കുട്ടി എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ടു പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. നമുക്ക് ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഒരു കൊച്ചു മോളോട് അങ്ങനെ പെരുമാറാൻ വേണ്ടി പാടുണ്ടോ? ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് വഷളാക്കി കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നത്, ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാടെന്ന് പറയുന്നത്. ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയുള്ള സംരക്ഷണം കൊടുക്കുക എന്ന നിലപാടാണ് ഗവൺമെന്റിന്റെ നിലപാടെന്ന് പറയുന്നത്. അത് വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടൊന്നും അതിന്റെ വിഷയത്തെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ഇവിടെ പിന്നെ ഒരു സംശയം പറഞ്ഞു മെനഞ്ഞാന്നവർ. ഞങ്ങൾക്ക് വളരെ ധിക്കാരത്തോടു കൂടിയാണ് പറഞ്ഞത്. ഞങ്ങൾ ഇതെല്ലാം ചെയ്യും പറഞ്ഞത്. അവിടുത്തെ PTA പ്രസിഡന്റ്, പ്രിൻസിപ്പാള്, പിന്നെ അവരുടെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി അഡ്വക്കേറ്റ്. ലീഗൽ അഡ്വൈസർക്കൊന്നും സ്കൂളിൻ്റെ കാര്യം പറയാനുള്ള അവകാശമൊന്നുമില്ല. അതൊക്കെ കോടതിയിൽ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ KER അധ്യായം 5 പ്രകാരം സ്കൂൾ തുറക്കലും അംഗീകാരം നൽകലും സംബന്ധിച്ചെന്നുള്ള ഒരു അധ്യായമുണ്ട്. അതിൽ പറയുന്ന റൂൾ 11 പറയുന്നത് പുതിയ സ്കൂളുകൾ തുറക്കുന്നതിന് അനുമതി നൽകുന്നത് സംബന്ധിച്ചാണ്. റൂൾ 3 പറയുന്നത് സ്കൂൾ തുറക്കുവാനുള്ള അനുവാദം പിൻവലിക്കുന്നത് സംബന്ധിച്ചാണ് പറയുന്നത്. അതുപോലെ അപ്പോൾ അതിൽ നമ്മുടെ KER വ്യക്തമായി തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതൊന്നും നമ്മൾ KER അധ്യായം 5 പറയുന്നുണ്ട്. റൂൾ 11 പറയുന്നുണ്ട് സ്കൂളിന് അംഗീകാരം നൽകുന്നതിനെ സംബന്ധിച്ച്. റൂൾ 3 അംഗീകാരം റദ്ദാക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് ഞങ്ങൾ സ്വയമാറ്റങ്ങ് വിദ്യാഭ്യാസ രംഗത്തെ അധികാരങ്ങൾ അങ്ങ് സ്വയം ഏറ്റെടുത്ത് ഭരണം നടത്താൻ വേണ്ടി നോക്കിയാൽ അത് നടക്കുന്ന കാര്യമില്ല. അങ്ങനെ കേരളത്തിൽ ഒരു കീഴ്വഴക്കവും ഇല്ലതാനും. പരാതി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കണം. അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി. മാനേജറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ചില, ഞാൻ രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ചില കുറവുകൾ കണ്ടെത്തി. ആ കുറവുകൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം കൊടുത്തത് വെച്ചാൽ യൂണിഫോമിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. ഒരു സ്കൂളിൻ്റെ യൂണിഫോം നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമുക്ക് ശിരോവസ്ത്രം ധരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ്. അത് കർണാടകത്തിലുണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ കുറെ കേസുകൾ പരിഗണനയിലാണ്. അതിനെ സംബന്ധിച്ച ഒരു തീരുമാനം സുപ്രീം കോടതി എടുത്തിട്ടില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല. സ്കൂളിന് ഒരു മാന്യമായ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് സ്കൂൾ യൂണിഫോമിന് മാറ്റം വരുത്താതെ ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ കുട്ടിക്ക് പിന്നെ മാനേജ്മെന്റും സ്കൂൾ അധികാരികളും പ്രിൻസിപ്പാളും പിന്നെ രക്ഷകർത്താക്കളും തമ്മിൽ ആലോചിച്ചിട്ട് സെയിം കളറിലുള്ള പിന്നെ ശിരോവസ്ത്രം കൊടുക്കുക. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ.